ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയത്തെക്കുറിച്ചും അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയത്തെക്കുറിച്ചുമുള്ളൊരു താരതമ്യം ആണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയാണ്. ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേഡിയം എന്ന് പറയുന്നത് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേഡിയം. നമ്മുടെ കഴിഞ്ഞ സീസണുകളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേഡിയമായിട്ടും, എന്നാൽ ഇനി വരാൻ പോകുന്ന സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേഡിയം കൊച്ചിയാണ് എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും, കൊച്ചി എന്ന സ്റ്റേഡിയവും അണ്ടർ 17 വേൾഡ് കപ്പ് ലിസ്റ്റിലുണ്ട്. കൊച്ചി മാത്രമല്ല, പല സ്റ്റേഡിയങ്ങളും ISL ഉപയോഗിക്കുന്ന പല സ്റ്റേഡിയങ്ങളും അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ ലിസ്റ്റിലുണ്ട് എന്ന് നമുക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ISLും അണ്ടർ 17 വേൾഡ് കപ്പും ഒരുമിച്ച് നടക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഒക്ടോബർ മാസത്തിലാണ് അണ്ടർ 17 വേൾഡ് കപ്പ് നടക്കുന്നത്. നമുക്ക് നോക്കിയറിയാം, ഒക്ടോബർ 6-നാണ് ഏകദേശം തുടങ്ങുന്നത് അണ്ടർ 17 വേൾഡ് കപ്പ്. അപ്പോൾ ഓരോ സ്റ്റേഡിയങ്ങളും ISL ഉപയോഗിക്കുന്ന അതേ സ്റ്റേഡിയമാണ് നമ്മൾ അണ്ടർ 17 വേൾഡ് കപ്പിലും ഉപയോഗിക്കുന്നത്. ISL പല സ്റ്റേഡിയങ്ങളും, ഇപ്പോൾ ഡൽഹിയിലെ സ്റ്റേഡിയം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, നമുക്ക് അണ്ടർ 17 വേൾഡ് കപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒത്തുവരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ടാകും, അപ്പോൾ ISL ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ നമുക്ക് ISL ഫിക്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞതല്ല, നടന്ന എല്ലാ വർഷത്തെ ISL ഫിക്സ്റ്റേഴ്സും ഒക്ടോബർ മാസത്തിലാണ് നടന്നു വന്നിരിക്കുന്നത്. അപ്പോഴെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേഡിയം തന്നെയാണ് ഇപ്പോഴും ഒഫീഷ്യൽ പേജിൽ കിടക്കുന്നത്. ISL ഓരോ സ്റ്റേഡിയം ഒഫീഷ്യൽ പേജിൽ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം മാറിക്കിടക്കുന്നത് എന്ന് എല്ലാ ആരാധകരും കൺഫ്യൂസ്ഡായി കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം മാനേജ്മെൻറ്റ് തരും എന്ന് നമുക്ക്